ചേട്ടൻ എന്തോ ഒരു തകരാറുള്ള പോലെ കേട്ടാ. എന്തോന്ന്? ഞാനിന്ന് റൂമിലോട്ട് കയറി ചെന്നപ്പോഴേ കാണിച്ചു തരാടി പുല്ല് ഞാൻ. സാറ് ഭയങ്കര ടെൻഷനിലാണല്ലേ. ആ കണ്ട ഏതോ ഒരു അലവലാതിയുടെ കൂടെ ചേർന്ന് നിന്ന് അവള് ഫോട്ടോ എടുത്തിരിക്കണം. അത് കൂടെ വർക്ക് ചെയ്യണ ആരെങ്കിലും ആയിരിക്കും. എടി ഇതുവരെയായിട്ട് ഇവൾ ഇങ്ങനെ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. എനിക്കാണെങ്കിൽ പൊളിഞ്ഞു കയറിയിട്ട് കുഞ്ഞായിട്ട് ഇങ്ങനെ ടോക്സിക് ആവാതാ. അപ്പൊ ഇതാണ് ആരിത്? ആരുടെ ഇത് എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ എന്നെ 1-2 സ്റ്റോറിയൊക്കെ അവള് ലൈക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു പരിചയം. ശരി. അപ്പൊ കണ്ടവന്റെ കാമുകിയെ കണ്ടിട്ടാണ് ഇങ്ങനെ ടെൻഷൻ അടിച്ചത്. അവൻ പണ്ടേ ബോധം പോക്കണം ഇല്ലാത്ത ചെറുക്കനാണ്. നിങ്ങൾ ബാക്കി കേളന്നേ. എന്നിട്ട് ഞാൻ മുടി തൂത്തോടച്ചോണ്ട് നിന്നപ്പോ ചേട്ടന് മുടി കൊഴിച്ചിലുണ്ടല്ലേ? എല്ലാ ആമ്പിള്ളേർക്കും എത്തിപ്പോലെ മുടി കൊഴിച്ചിലുണ്ടാവും. എന്നാലും ഇത്രയും കാണൂ. നെറ്റ് കയറി കയറി ഒരു എയർപോർട്ട് പണിയാനുള്ള സ്ഥലമായി. ഓ പിന്നെ അത്രയ്ക്കൊന്നും തലച്ചോറിലൊക്കെ തൊടാൻ പറ്റണേ. സ്വിച്ചിട്ട പോലെയാണ് ആളുടെ സ്വഭാവം മാറണ. ചില നേരത്തെ കാട്ടിക്കൂട്ടൽ കണ്ടാ തോന്നും ഒരു കൊച്ചു കുട്ടിയാണെന്ന്. പക്ഷെ ചില നേരത്തെ കന്നന്തിരിവ് കണ്ടാ തോന്നും ഒരു മുതുക്കെണ്ടയാണെന്ന്. പുതിയ കലാപരിപാടിയൊക്കെ തുടങ്ങിയോ? ഇനി മുതൽ വർക്കൗട്ടിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. വർക്കൗട്ട് നിർത്തിയാ? ഇതെന്ത് മസിലല്ലോ കോച്ച് പിടിച്ചാ? അല്ലടേ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഒരു 2050 ആകുമ്പോഴത്തേക്ക് എല്ലാ ജോലികളും AI ചെയ്യൂലേ? അങ്ങനെ വരുമ്പോ നമുക്കൊന്നും ജോലി ഇല്ലാതായി പോകൂലേ? അതിന് ജോലി ഇല്ലാതാവണമെങ്കിൽ മിനിമം നമുക്കൊരു ജോലിയെങ്കിലും വേണം. യെസ് യു ആർ റൈറ്റ്. ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് വെറുതെ ഡിപ്രഷറായി പോയി. ഓക്കെ ഓക്കെ ഓക്കെ. കരിയറിനെ പറ്റി ഒരു ചിന്തയില്ലാത്ത ആള് ഫ്യൂച്ചറിനെ പറ്റി ആലോചിച്ച് നേച്ചറിൽ നോക്കിയതാ ഇങ്ങനൊരു നിപ്പ. ചില സമയത്ത് സന്തോഷം, ചില സമയത്ത് സങ്കടം, ചില സമയത്ത് ദേഷ്യം, ചില സമയത്ത് ഭയാനകം, ചില സമയത്ത് അത്ഭുതം, ചില സമയത്ത് പട്ടിപ്പുച്ഛം. അങ്ങനെ സെക്കൻഡ് ബൈ സെക്കൻഡിലാണ് ആളുടെ ഭാവങ്ങളൊക്കെ മാറുന്നത്. ഐ തിങ്ക് പുള്ളിക്ക് എന്തോ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്. ചുമ്മാ ഇരടി ചെറുക്കനും ഓരോന്ന് പറഞ്ഞ വട്ടനാക്കുന്നു. ഡിപ്രഷന് ടെൻഷൻ ആൻസൈറ്റി ഒക്കെ മാറിയാ? അതൊക്കെ എപ്പോഴേ പോയി. അത് നമ്മൾ ആമ്പിള്ളേർക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് മൂഡ് സിങ്സ് എന്ന് പറയും. കേട്ടില്ലേ? ആമ്പിള്ളേർക്ക് പറഞ്ഞല്ല, അത് പെൺപിള്ളേർക്ക് മാത്രം പറഞ്ഞു. അടുത്ത ആര് പറഞ്ഞു പെണ്ണുങ്ങൾക്ക് വരുന്ന സാമാനമാണ് ഈ മൂഡ് സിങ്സ് എന്ന്? അത് ആമ്പിള്ളേർക്കും വരും. അത് എപ്പോൾ വരും, എവിടെ വെച്ച് വരും, എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ഓ പറഞ്ഞമ്മ. ക്ലാരിറ്റി ഇല്ലാത്ത കാര്യത്തിൽ കമന്റ് അടിക്കാൻ നിൽക്കരുത്. ഓക്കെ.